ഹായ് അസ്സലാമു അലൈക്കും. ഇക്കാടെ കുടുംബത്തിലെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ 2 ദിവസം എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ വീട് വളവച്ചയാണ്. ഇവിടെ ഉമ്മായും വാപ്പായും നാത്തൂനും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരൊക്കെ ഉറക്കം എണീറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. എൻ്റെ വാപ്പാക്ക് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാപ്പ ഇവിടെ കുറേ വെറൈറ്റി കോഴികളെ വളർത്തുന്നുണ്ട് കേട്ടോ. ഗിനിക്കോഴി, ഡർക്കി ഉണ്ട്, കണ്ടത് ഡർക്കി, ഗിനിക്കോഴി, പിന്നെ വാത്ത, പൂവൻ കോഴി തന്നെ നാടനും ഉണ്ട്, കപ്പക്കോഴികളുണ്ട്. ഇതൊക്കെ കൊടുക്കാനും ഉണ്ട്. പിന്നെ വാപ്പ ഇങ്ങനെ മുട്ട വിരിയിപ്പിച്ച് വളർത്തുന്നതും ഉണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഷെഡ് കെട്ടി ഇവിടെ വാത്തയെ അരയനെ ഇങ്ങനെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. വാപ്പ കുറേ കാലം പ്രവാസിയായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ ഇതുപോലെ കൃഷിയോടും കോഴികളെ വളർത്താനും ഭയങ്കര ഇഷ്ടപ്പെട്ട് കുറച്ച് പുറത്തിയൊക്കെ ഇഷ്ടം പോലെ ഒരുപാട് സ്ഥലത്ത് പുറത്തി, പേരമരം, കൂടുതലും പുറത്തികളും പേരമരവും വെറൈറ്റി. ഇവിടെ ഒരു നാരകം നിൽപ്പുണ്ട്. അങ്ങനെ ഒരുപാട് പുറത്തി മരങ്ങളും പേരമരം തന്നെ 2-3 ജാതി പേരമരമുണ്ട്. കുരങ്ങൻ്റെ ശല്യം കാരണം ഈ കവറെല്ലാം കെട്ടി ഇതുപോലെ പേര ഇച്ചിരി വലുതാവുന്നവരെ നിർത്തി വയ്ക്കും. പിന്നെ തേൻ കൃഷി, ഇത് ചെറുതേനാണ്. തേൻ കൃഷി തന്നെ വാപ്പാക്ക് കുറച്ച് വർഷം കൊണ്ട് 2-3 കൊല്ലം കൊണ്ട് തേൻ കൃഷിയുണ്ട്. ഇവിടെ ഒരു അവക്കാടോ മരം നട്ടിട്ടുണ്ട്. ഇത് വലിയ തേനാണ്. വലിയ തേൻ തന്നെ ഒരുപാട് പെട്ടിയുണ്ട്. താഴോട്ട് റബ്ബറും തോട്ടമാണ്. അപ്പോൾ റബ്ബറും തോട്ടത്തിന് താഴോട്ട് തന്നെ ഒരുപാട് പെട്ടികൾ വാപ്പ ഇതുപോലെ വെച്ചിട്ടുണ്ട്. 2-3 കൊല്ലം കൊണ്ട് തേനുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും തേൻ വേണമെങ്കിൽ അടുത്ത കൊല്ലമൊക്കെ പറയണേ. എടുക്കാറായില്ല, മാർച്ചിലൊക്കെ എടുക്കുകയുള്ളൂ. ആദ്യമായിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറും ചെയ്യണേ. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കർപ്പൂരമാവ തൈ നിൽപ്പുണ്ട്. അത് നമ്മളെ കുട്ടിക്കാലം മുതലേ ഉള്ളതാണ്. ഇഷ്ടംപോലെ മാങ്ങയൊക്കെ കിട്ടും. ഇവിടെ ഒരു വരിക്കച്ചക്ക നിൽപ്പുണ്ട്. പന്നീരെയും കുരങ്ങൻ്റെ ശല്യം കാരണം ഒന്നും കിട്ടത്തില്ല. എന്നാലും വാപ്പ ഇതുപോലെയൊക്കെ ഓരോന്ന് നട്ട് വയ്ക്കും. ഇവിടെ ഒരു വള്ളി ഓറഞ്ചും നിൽപ്പുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലും കുറച്ച് പുറത്തി ചക്കകൾ നട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. കാച്ചു തുടങ്ങിയിട്ടില്ല. 1-2 കായൊക്കെ നിൽപ്പുണ്ട്. മതിലും വേലിയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും പന്നി ശല്യം, കുരങ്ങ് ശല്യം, എല്ലാ മൃഗാദികളും ഉണ്ട്. കുരങ്ങിൻ്റെ ശല്യം കാരണം ഒരു തേങ്ങ പോലും കിട്ടൂല. ഇവിടെ ഒരു ചെറിയ പേര, ചെറിയതല്ല വലുത് തന്നെ, പക്ഷെ ചെറിയ പേരൊക്കെയാണ്. പക്ഷെ ഇഷ്ടംപോലെ കാ പിടിച്ച് നിൽപ്പുണ്ട്. ഒരു റംബൂട്ടാനും നിൽപ്പുണ്ട്. റംബൂട്ടാൻ വീടിൻ്റെ ഫ്രണ്ടിലും 2-3 ജാതി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും 2-3 ജാതി പേരമരം നിൽപ്പുണ്ട്. അപ്പോഴേക്കും വാപ്പ ഒരു എലി കെണി വെച്ചിരുന്നു. അതൊക്കെ വീണതാ ഇങ്ങനെ കിടപ്പുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലും കുറച്ച് മുളകും തൈയിലെ മുളകും, ബനാനയും, ഏത്തക്കൊലയും, കപ്പക്കൊലയും. ഇത് പൂവൻ പഴത്തിൻ്റെ കൊലയാണ്. അത് പരുവമായില്ല. അപ്പോൾ കുറച്ച് കപ്പ നട്ടിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ, അത് ഇതുവരെ കാച്ചിട്ടില്ല. ഇതെല്ലാം മതിലും പിന്നെ വലയൊക്കെ കെട്ടി നിർത്തിയേക്കണം, പന്നിയും കുരങ്ങനൊന്നും വരാതിരിക്കുക. എന്നാലും പന്നിയൊക്കെ വലയൊക്കെ പൊട്ടിച്ചുകൊണ്ടൊക്കെ പോവും. ഇവിടെ പിന്നെ മധുര വെറ്റമുണ്ട്. നല്ലതുപോലെ പിടിച്ച് വള്ളിയൊക്കെ നല്ല രീതിക്ക് ഒരു മരത്തിൽ പിടിച്ച് കിടപ്പുണ്ട്. അങ്ങനെ മധുര വെറ്റ വേണമെന്നുള്ളൊരു വളവച്ചലോട്ട് പോയാൽ മതി, വണ്ടിയും പിടിച്ചൊക്കെ കേട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് ചേമ്പ്, പിന്നെ മുളക്, പിന്നെ ഒരു മല്ലിയില, അതായത് മറ്റേ മൈസൂർ മല്ലി അങ്ങനെ എന്തോ പറയുമല്ലോ. അങ്ങനെ ഇവിടെ ചേമ്പുണ്ട്. ഇവിടെ ഒരു ചെടിയുടെ പേരൊന്നും പറഞ്ഞറിയത്തില്ല. ഇവിടെ ഒരു ചെടിയുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് അപ്പോൾ ഇവിടെ ചട്ടിയിലാക്കി നട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് പുതിനയില ചെടിയുണ്ട്. അത് ഇഞ്ചി ഉണ്ടായിരുന്നു, അത് ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുന്നു. പിന്നെ ഒരു സപ്പോട്ട നട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട്. ഇതിൽ മൊത്തം പുതിനയിലയാണ് ഈ ചട്ടിക്കകത്ത്. ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ നട്ടിട്ടുണ്ട്. വലുതായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഗേറ്റിൻ്റെ അപ്പുറത്തെ സൈഡിനും ഇതുപോലെ മതിലിൻ്റെ ഒരു സൈഡിനും ഒരു ചട്ടിയിൽ പുതിനയില, പിന്നെ ഇഞ്ചി, വാഴ, പുളിഞ്ചിക്കായ, പിന്നെ കുരുമുളക്, പിന്നെ ആത്തിച്ചക്കയുടെ ഒരു തൈ നട്ടിട്ടുണ്ട്. ഇതൊരു ചെടിയാണ്, ഇതിൻ്റെ പേരറിയത്തില്ല. പിന്നെ തുളസി, അങ്ങനെ ചട്ടിയിലാക്കിയും എല്ലാവരും ഇവിടെ ഒരു വാഴയും നട്ടിട്ടുണ്ട്. ഫ്രണ്ടിലും കുറച്ച് കുരുമുളകുണ്ട്. പിന്നെ ഒരു വലിയൊരു റംബൂട്ടാൻ്റെ മരം കഴിഞ്ഞ വർഷവും കായ്ച്ചു, ഇഷ്ടംപോലെ കായ്ക്കും. പക്ഷെ കൂഴയാണ്, വരിക്ക ഇതല്ല. പിന്നെ വാപ്പ നമ്മളൊക്കെ ഉള്ളതുകൊണ്ട് 2 കോഴീനെയൊക്കെ അറുത്ത് കൂടെയൊക്കെ പിന്നെ റെഡിയാക്കി എടുത്ത്, മക്കൾ വന്നതല്ലേ എന്ന് കരുതി. നമ്മളെപ്പോഴും ചെന്നാലും ഇതുപോലെ ഡർക്കീനെയും കോഴീനെയും താറാവിനെയൊക്കെ അറുത്ത് തരും. കൂടെയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വാപ്പ അതിനെ ഒന്ന് തീയിലൊക്കെ വെച്ച് അതിൻ്റെ ചെറിയ രോമമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കരിച്ച് കളഞ്ഞ്
റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. അങ്ങനെ വാപ്പ നല്ല രീതിക്ക് കോഴിയുടെ പൂടയൊക്കെ കളഞ്ഞ് ദാണ്ട് കോഴിയുടെ കുടലും വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ല രീതിക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് വാപ്പയാണ് ചിക്കൻ കറി വയ്ക്കുന്നത്. ബിരിയാണി നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ സവാള വലിക്ക് അരിഞ്ഞിട്ടുണ്ട്, വാപ്പായും കൂടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സവാളയൊക്കെ തൊളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഇങ്ങനെ ബിരിയാണിക്ക് ചിക്കനും വേണ്ടിയുള്ള പച്ചക്കറിയെല്ലാം എടുത്ത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കൻ തയ്യാറാക്കാനായിട്ട് സവാളയൊക്കെ വഴറ്റി മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകി വാരിയ ചിക്കൻ മസാലയിൽ ഇട്ട് കൊടുത്ത് കുറച്ച് ഇഞ്ചി ചതച്ച വെളുത്തുള്ളിയൊക്കെ ചതച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല രീതിക്ക് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് അടുപ്പൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ചിക്കൻ കറി കുറുകി നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബിരിയാണി വയ്ക്കാൻ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ വറുത്തെടുത്ത് കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സവാളയൊക്കെ വഴറ്റുന്ന കുറച്ച് വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് വെള്ളം അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ബിരിയാണിക്ക്. വെള്ളത്തിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, മസാല ഐറ്റംസ് മണമുള്ളത്. അങ്ങനെ പിന്നെ വെള്ളം തിളച്ചപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് ഊറ്റിയാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ വളവ് വെച്ച നല്ല തണുപ്പാണ്, അതുകൊണ്ട് തന്നെ ജലദോഷവും ചുമയൊക്കെ പിടിച്ചു. അങ്ങനെ അരിയൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ ദമ്മ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചോറിട്ടെടുത്ത് അതിന് മുകളിൽ തക്കാളി, നെയ്യ്, പച്ചമുളക്, മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്ത് ദമ്മ് ചെയ്ത് അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ചോറൊക്കെ ഇട്ട് കൊടുത്ത് പച്ചമുളകൊക്കെ വെച്ച് അടച്ച് വെച്ച് ദമ്മ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചത് ബിരിയാണി ഇറച്ചിക്കറി എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ, അസ്സലാമ.